കേരളത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഗവർണർ പതാക ഉയർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്ത് ഉടനീളം ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും. എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. ഇപ്പോൾ ഗവർണർ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ് അദ്ദേഹം. പ്രൗഢഗംഭീരമായാണ് രാജ്യത്ത് ഉടനീളം റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യം 77-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് നിറവിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന വിവിധ ജില്ലകളിൽ ഉള്ള റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളാണ്. മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന നേതൃസ്ഥാനം വഹിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. സാരംഗ്, ഇപ്പോൾ ഗവർണർ പതാക ഉയർത്തി അതിനുശേഷം അദ്ദേഹം NCC, സ്കൗട്ട്, പോലീസ് സേന അടക്കമുള്ള ആളുകളുടെ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. സാരംഗ്, കേൾക്കാമോ? ഇപ്പോൾ പതാക ഉയർത്തി പരേഡ് പരിശോധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. നേവിയുടെയും കരസേനയുടെയും ജില്ലാ പോലീസിന്റെയും അടക്കം ഉള്ള വിവിധ പ്ലറ്റൂണുകളിൽ ഇപ്പോൾ അണിനിരന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ അഭിവാദ്യം ഗവർണർ ഈ ഒരു പരേഡ് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
വിവിധ സേനാംഗങ്ങളുടെ പരേഡ് ഗവർണർ പരിശോധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ അവിടെ വേദിയിലുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സാരംഗ്, തുടരാം. രഞ്ജിത്ത്, ഇന്നത്തെ പരേഡിന് അതായത് പരേഡ് കമാൻഡറായിട്ട് ഉള്ളത് എയർഫോഴ്സിൽ നിന്നാണ്. എയർഫോഴ്സിലെ വിംഗ് കമാൻഡർ വികാസ് വശിഷ്ഠും ഒപ്പം തന്നെ സെക്കൻഡ് ഇൻ കമാൻഡായി ക്യാപ്റ്റൻ അഭിഷേക് ദുബെയുമാണുള്ളത്. അവരടക്കമുള്ള അതായത് ഇന്ത്യൻ ആർമിയുടെയും എയർഫോഴ്സിന്റെയും ആന്ധ്രാപ്രദേശ് മലബാർ സ്പെഷ്യൽ പോലീസ് അടക്കമുള്ള 11ഓളം പ്ലറ്റൂണുകളും ഒപ്പം അണ്ണാമടി യൂണിറ്റ് അതായത് 11ഓളം അണ്ണാമടി യൂണിറ്റുകൾ അടക്കമുള്ള പരേഡാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ വ്യക്തമായി കാണുന്നത്. ഇനി അടുത്തത് പരേഡ് പരിശോധന കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ പ്രസംഗമാണ്. അതിനുശേഷമാണ് ഒരു പരിപാടികളിലേക്ക് കടക്കുക. മുഖ്യമന്ത്രി അടക്കം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിനുശേഷം പരേഡ് കമാൻഡർ ഒരു റിപ്പോർട്ട് ഗവർണറെയും പിന്നീട് അതിനുശേഷമാണ് പരേഡ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ള ഇപ്പോൾ ഗവർണറുടെ പ്രസംഗത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ കടക്കുന്നത്. ഗവർണർ സംസാരിക്കും, റിപ്പബ്ലിക് ദിന സന്ദേശമടക്കം നൽകും. വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ പ്ലാറ്റൂണുകൾ മാർച്ച് ചെയ്യുന്നു. कूच के कॉलम में